ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി വളരെ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണോ നിങ്ങൾ? എന്നാൽ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. യൂഷ്വലി ഇത്തരത്തിലുള്ള അവസ്ഥയിലൂടെ കടന്നുപോയവർ വന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ പഠനം, എൻ്റെ ജീവിതത്തിലെ ലൈഫിലെ ഗോള്, പാഷൻ, ഇതൊക്കെ ഞാൻ മാറ്റിവെച്ച് എൻ്റെ കംപ്ലീറ്റ് ഫോക്കസും അറ്റൻഷനും ഞാൻ അയാൾക്ക് വേണ്ടിയിട്ട് കൊടുത്തു. എൻ്റെ ഫാമിലിയിൽ നിന്ന് പോലും ഞാൻ അകന്നു. എന്നിട്ടും അയാൾ എന്താ എന്നോട് ഇങ്ങനെ കാണിച്ചത്? എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരിക്കലും അയാൾ ആ ഡെസിഷൻ വളരെ പെട്ടെന്ന് എടുത്തതായിരിക്കില്ല. അയാൾക്ക് അയാളുടെ ഭാവിയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ടാവും, ഒരു തീരുമാനം ഉണ്ടാവും. അയാൾ നിങ്ങളോട് പറഞ്ഞത് കുറച്ച് വൈകിട്ടായിരിക്കും എന്ന് മാത്രം. ചിലപ്പോൾ അത് പെട്ടെന്ന് പറയാതെ മെല്ലെ മെല്ലെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയൊക്കെ പറഞ്ഞ് പിന്നെ ഒരു ദിവസമായിരിക്കും അയാൾ ചിലപ്പോൾ ഫൈനൽ ഡെസിഷൻ പറഞ്ഞിട്ടുണ്ടാവാം. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും ആദ്യം ഉൾക്കൊള്ളാൻ കുറച്ച് സമയം എടുക്കും. സ്ലോലി അവരത് ഉൾക്കൊള്ളും. എന്നിട്ടൊന്ന് മെച്യൂർ ആയി കഴിയുമ്പോഴൊക്കെ ആയിരിക്കും അവർ നിങ്ങളോട് അത് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോഴേക്കും അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് ഒക്കെ പൂർണ്ണമായിട്ടും ഇല്ലാതായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്ന് പറയുന്നത് വീണ്ടും അവരെ ആ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം അതിന് പ്രത്യേകിച്ച് യാതൊരു യൂസും ഇല്ല. ആ പഴയ ആളെ നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. മാത്രമല്ല, വെറുതെ നിങ്ങൾ നിങ്ങളുടെ എനർജി വേസ്റ്റ് ചെയ്യും. നിങ്ങളോടുള്ള ഒരു സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാതാവും കൂടിയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രയോറിറ്റി കൊടുക്കുക. ഇത്രയും കാലം അവർക്കാണല്ലോ പ്രയോറിറ്റി കൊടുത്തത്. ഇനി നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുക. നിങ്ങളുടെ പഠനത്തിലേക്കും പിന്നെ ജോലിയിലേക്കൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അവരെക്കുറിച്ച് വെറുതെ ആലോചിച്ച് സമയം കളയാതിരിക്കുക, ലൈഫ് സ്പോയിൽ ആക്കാതിരിക്കുക.